മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ആറാം തമ്പുരാനിൽ. മോളു മുംബൈ എന്ന് കേട്ടിട്ടുണ്ടാ? മുംബൈയിലെ ചേരിയിലെ ആ ചേരി ഞാൻ ഒറ്റ രാത്രി കൊണ്ടാണ് ഞാൻ ഒഴിപ്പിച്ചെടുത്തത് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇപ്പോഴും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറ് ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഓർഡിനറി ബസ്സിനെ കംപ്ലീറ്റ് പ്രൊമോഷൻ കൊടുത്തത്. പ്രൊമോഷൻ കൊടുത്തത് എവിടേക്കാണ്? സിറ്റി ഫാസ്റ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സകല ബസ്സിനും പ്രൊമോഷൻ കൊടുത്തു. പ്രൊമോഷൻ കൊടുത്തതോടുകൂടി അവർക്ക് സന്തോഷമായി. എന്താ കാരണം വെച്ചാൽ പാവം സ്ത്രീകൾക്ക് പണി കൊടുത്തു. എന്നല്ലാണ്ട് എന്ത് പറയാ, ഓർഡിനറി ബസ് നോക്കിയിട്ട് സ്ത്രീകൾ നടക്കുക. എവിടെ ഓർഡിനറി ബസ്? ഈ നമ്മുടെ കടലിൽ കായം പോയി കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പാടല്ലേ, കടലിൽ സൂചി പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടല്ലേ. അതുപോലെ തന്നെ കുറച്ച് ഓർഡിനറി ബസ് ഉണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് അല്പം ഉപകരിച്ചൊന്നും വരില്ല. അതിനെ കാത്ത് നിൽക്കും വേണം. അത് വന്നാലോ ഇടിയുടെ പൊടിയിരിക്കഞ്ഞ അത്രയധികം ആൾക്കാരെ ഇടിച്ചു കയറുക. അത് ഫ്രീ കിട്ടുന്നതല്ലേ. അപ്പം നാമമാത്രമായ ഓർഡിനറി ബസ്സുകൾ മാത്രം ആക്കി വനിതകളെ വളരെയധികം പറ്റിച്ച് കൈ കൊടുത്തു. കേരളം മുഴുവൻ ടൂറ് കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് സ്ത്രീകളെ. നിങ്ങൾ തിരുവനന്തപുരം മുതൽ നിങ്ങൾക്ക് കാസർഗോഡ്, കന്യാകുമാരി, തൃശ്ശൂർ, കോഴിക്കോട് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്ത് നിങ്ങൾക്ക് പകൽ തൊട്ട് രാത്രി വരെ നിങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വിലക്കപ്പെട്ട കരിയായി മാറി. ഓർഡിനറി ബസ്സിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ നെട്ടോട്ടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാവം തോന്നും. ഈ 10 രൂപ ടിക്കറ്റിനും വേണ്ടിയിട്ട് ഈ പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കാനുണ്ടാ. ഈ പേരും പറഞ്ഞ് പ്രൈവറ്റ് ബസ്സുകാർ ഇറങ്ങിയിരിക്കുക. ഞങ്ങളുടെ കളക്ഷൻ പോയി, ഞങ്ങളുടെ ബസ് കാലിയാണ്, ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ വഴിയില്ല, ഞങ്ങൾക്ക് കാശ് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ അവരെ തട്ടിപ്പോന്നിട്ട് അവർ കുറേ ഫേക്ക് ഐഡിയകളും കൊണ്ടിട്ട് PR-നെ കൊണ്ട് അവർ ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് ഇനി ബസ്സിൻ്റെ പൈസ കൂട്ടണം, അതും നമ്മുടെ തലയിൽ തന്നെ ഭാരം അടിച്ചേൽപ്പിക്കണം. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ കാശ് കൂട്ടണം. ഇത് രണ്ടാണ് അവർക്കുള്ള താല്പര്യം. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ അവരെ ബസ്സെല്ലാം കാലിയാണെന്ന് പറയുന്നത്. അവരെ ബസ് ഒരു കാലിയില്ല. അവർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ എപ്പോഴും കിട്ടുന്നുണ്ട്. 10 പ്രിയദർശിനി ഇന്ദിരാ പ്രിയദർശിനി ബസ് ഓടിക്കൊണ്ടോ ഈ 10 ഓർഡിനറി ബസ് ഓടിക്കൊണ്ടോന്നും അതൊന്നും നമുക്ക് ഉപകാരത്തിന് പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. ജോലിക്ക് പോകുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും അവർക്ക് കാശ് കൊടുത്ത് തന്നെ അവർ ഇപ്പോഴും പോണത്. ഒരു ഫ്രീ ആർക്കും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടായിരിക്കാം, ഇതിൽ തന്നെ ഞാൻ പോവുള്ളൂ, എനിക്ക് വേറൊരു പണിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളും തമാശ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപ നമ്മുടെ സലീം കുമാറിൻ്റെ സ്മാരകം ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുക. എന്താ പറയുക ഇതിനൊക്കെ. ഇനിയിപ്പോൾ നമുക്കിതിൽ പറയാനുള്ള അത്ര ഒറ്റ കാര്യമുള്ളൂ. കാക്കകൾക്കും പ്രാവുകൾക്കും തൂറാൻ വേണ്ടി 1 കോടി രൂപ ചെലവിൽ കൊച്ചിയിൽ ഒരു സ്മാരകം പണിയുന്നു. ഇത്ര ഇതിൽ പറയാനുള്ള നമുക്ക്. അല്ലെങ്കിൽ പിന്നെ ആ സലീം കുമാറിന് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. സലീം കുമാർ നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ്. ഒരുപാട് ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്മാരകം പണിയുന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 10 വീട്, 10 ലക്ഷം ഒരു വീടിന് വെച്ച് ഒരു 10 വീട് പാവപ്പെട്ടവർക്ക് പണിയുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതുക ഈ വീടിൻ്റെ നാഥൻ സലീം കുമാർ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ സ്മാരകം ഇതിന് സലീം കുമാറിൻ്റെ പേരിടുക. അപ്പോൾ ആ എത്ര സന്തോഷമുണ്ടെന്ന് നോക്കി. ഇപ്പോൾ കോൺഗ്രസ് തന്നെ നമ്മുടെ ഉരുൾപൊട്ടിയോടടുത്ത് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല. ഇതുവരെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല, അത് അവിടെ കെടുക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ലാണ്ട് സലീം കുമാറിൻ്റെ ആത്മാവ് പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് നിൽക്കില്ല. അദ്ദേഹം സ്വർഗത്തിൽ ഇരുന്നത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയും, എന്ത് പണിയായി കാണിക്കുന്നത്, എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ തരേണ്ട വല്ല കാര്യമുണ്ടോ? എൻ്റെ തലയിലൊക്കെ കാക്ക തൂറാനാണോ? അതെനിക്ക് ആവശ്യമുണ്ടോ? അല്ല പാവങ്ങൾക്ക് കൊടുക്കുന്നത് അദ്ദേഹം പറയാം. പിന്നെ അദ്ദേഹം മരിച്ചത് ശരിക്കും പറഞ്ഞപ്പോൾ മരിക്കേണ്ട ആളൊന്നല്ല. അദ്ദേഹത്തിന് കുറുമ്പോണ്ട് മരിച്ചതാണ്. അദ്ദേഹം ഈ കരളും പോയി, അത് മാറ്റി വെച്ചു, അതും സംരക്ഷിച്ചില്ല, അതും പോയി, വീടിയും വലിച്ച് സേർട്ടും വലിച്ച് ജീവിതം ആഘോഷമാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മരിച്ചത്. അപ്പോൾ ഈ ഒരു രോഗമില്ലാണ്ട് ഇതിനേക്കാളും ശ്രീകുമാറിനേക്കാളും ഫേമസ് നടന്മാർ ഇവിടെ ഉണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. സത്യം മരിച്ചു പോയിട്ടുണ്ട്, പ്രേമനസർ മരിച്ചു പോയിട്ടുണ്ട്, ജയൻ മരിച്ചു പോയിട്ടുണ്ട്, സോമ മരിച്ചു പോയിട്ടുണ്ട്, സുകുമാരൻ മരിച്ചു പോയിട്ടുണ്ട്, കുതിരട്ടം പപ്പു മരിച്ചു പോയിട്ടുണ്ട്. ഇവരൊക്കെ സലീം കുമാറിനേലും വളരെ 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 വലിയ നടന്മാരാണ്. അവർക്കൊന്നും ഒരു സ്മാരകം പണിയാനായിട്ട് ഇന്ന വരെ ബഡ്ജറ്റിൽ ഒരു കാശ് മാറ്റി വെച്ചൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇതെന്ത് ഇതാന്ന് നമുക്കൊരു പിടുത്തമില്ല. ഇതിന് ഒറ്റ കാരണമുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലീം കുമാർ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സിന് വയ്യാണ്ടായിട്ടും പ്രചാരണത്തിന് പോയി മറ്റുള്ള പാർട്ടികളെ
വേണ്ടിയിട്ട് ചീത്ത പറയാനും മറ്റുള്ള പറയാനൊക്കെ മൂപ്പര് മുമ്പിലാണ് നിന്ന് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ഉപകാര സ്മരണ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സതീശൻ സാറുടെ നാട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അതിൻ്റെ ഒരു സ്മരണ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് ജനങ്ങളുടെ പൈസ എടുത്തുകൊണ്ടോ ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസ എടുത്തുകൊണ്ടോ ഒന്നല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന കാശൊക്കെ നിങ്ങൾ വല്ല സ്കൂൾ മാഷന്മാർക്ക് പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കാനോ അവർക്ക് ശമ്പളം കൊടുക്കാനോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനോ ഒക്കെ നിങ്ങൾ വിനിയോഗിക്കുക. ഞങ്ങൾ ടാക്സ് തരുന്നത് അത് ഇതുപോലെ സ്മാരകം ഉണ്ടാക്കി കളയാനുള്ളതല്ല. അതൊക്കെ നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഫണ്ടിൽ കാശുണ്ടെങ്കിൽ ഇഷ്ടം പോലെ, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയല്ലേ, ഫണ്ടിൽ കാശ് ഇഷ്ടം പോലെ ഉണ്ടാവാം. ഇല്ലെങ്കിലും അത് പിരിച്ചുകൊണ്ട് ബക്കറ്റ് എടുത്ത് പിരിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ സലീം കുമാറിന് ഒരു സ്മാരകം പണിത അത് എത്ര നല്ലതെന്നറിയാം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും ഉപകാരസ്മരണ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സ്വന്തം പാർട്ടിക്കാർ അവരെ പാർട്ടിക്കാർ മരിക്കുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സ്മാരകം പണി അങ്ങനെ കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഞങ്ങൾ ഈ നൊട്ടിനൊടുക്ക സാധനങ്ങൾ മേടിക്കുന്നതിന് ടാക്സും പിരിച്ച് GST കൊടുത്ത് ഒരു ചായ കുടിക്കേണ്ടി വരപ്പോൾ GST നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കാശൊക്കെ നിങ്ങളുടെ ഖജനാവിലേക്കല്ലേ ചെന്ന് ചേരുന്നത്. ആ ഖജനാവിൽ നിന്ന് കാശ് എടുത്തിട്ട് സലീം കുമാറിന് നിങ്ങൾ എന്തായാലും സ്മാരകം പണിതത് വളരെ വളരെ തുടക്കത്തിലെ കല്ലുകടി വളരെ മോശമാണ്. അതുകൊണ്ട് നമ്മളിത് പറഞ്ഞു എന്ന് മാത്രം. ഇന്നൊക്കെ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി, നമുക്ക് വേറെ ഒന്നും പറയാനില്ല, അത്ര തന്നെയുള്ളൂ.